أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي لا حول ولا قوة إلا بالله العلي العظيم അസ്മാഉൽ ഹുസ്നയുടെ ക്ലാസ് പരമ്പരയിലാണ് നാം ഉള്ളത്. ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് അല്ലാഹുവിന്റെ അസ്മാകളുടെ കൂട്ടത്തിൽപ്പെട്ട അൽ ഖാബിൽ വൽ ബാസിത്ത് എന്ന ഈ രണ്ട് ഖാബിലും ബാസിത്തും രണ്ട് ഇസ്മുകളെ കുറിച്ചാണ്. ഈ ഇസ്മുകളുടെ ചർച്ചകൾ മുന്നോട്ട് പോകുമ്പോൾ അറിയാം, ഇതിൽ നിന്ന് ഒന്നെടുത്ത് ചർച്ച ചെയ്യുന്നത് ഒരു ഭാഗം മാത്രമേ ആവുകയുള്ളൂ. ഒരു കാര്യം പറയുന്ന സമയത്ത് അതിന്റെ രണ്ട് ഭാഗവും ഒപ്പം പറയുമ്പോൾ ഒന്നിച്ചു കൊണ്ടുപോകുന്ന സമയത്തെ പരിപൂർണത കിട്ടുകയുള്ളൂ. ഒരു ഭാഗം മാത്രം കേൾക്കുന്നതിൽ പൂർണ്ണതയില്ല. അപ്പൊ അള്ളാഹുവിന്റെ ഖാബിലായിരിക്കുന്ന ഒരു ഭാഗവും ബാസിത്തായിരിക്കുന്ന ഒരു ഭാഗവും ചേർന്ന് നിൽക്കുന്ന ഒരു വിശേഷണങ്ങളെ കുറിച്ചാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാനുള്ളത്. ഈ ക്ലാസ് മുന്നോട്ട് പോകുന്ന സമയത്ത് പേരിന്റെ അർത്ഥം പരിശുദ്ധ ഖുർആനിൽ തന്നെ അള്ളാഹു ഖാബിലും ബാസിത്തുമാണ്, യഖ്ബിലു വയബ്സുത്തു എന്ന് പറഞ്ഞുകൊണ്ട് പരിചയപ്പെടുത്തുന്നുണ്ട്. അത് ചർച്ചയ്ക്ക് വിധേയമാകും. അതേപോലെ തന്നെ അള്ളാഹു വിശാലമായി നൽകുകയും ചുരുക്കുകയും ചെയ്യുന്ന ഖാബിലും ബാസിത്തുമാകുന്നു എന്നുള്ളത് സൂറത്തുൽ കഹ്ഫില് ഒരുപാട് ആയത്തുകൾ എടുത്തുകൊണ്ട് രണ്ട് പേരുടെ ഉദാഹരണം വ്യക്തമാക്കിക്കൊണ്ട് അള്ളാഹു നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്, പഠിപ്പിച്ചു തരുന്നുണ്ട്. ദീർഘമായ അതിന്റെ ചർച്ചകളിലേക്കൂടെ പോകും. പിന്നെ ബനു സഅദ് ഗോത്രത്തിലെ ഒരാളുടെ ഒരു സൈനിക തലവന്റെ സംഭവങ്ങൾ, അതുപോലെ തന്നെ ഇതിൽ നിന്ന് നാം ഉൾക്കൊള്ളേണ്ട കാര്യങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയിൽ വന്നത് പോലത്തെ കാര്യങ്ങളാണ് ഇന്നത്തെ ചർച്ചയിലൂടെ പോകുന്നത്. ആദ്യമായിട്ട് ഈ പേരിന്റെ അർത്ഥത്തിലേക്ക് പോകുന്ന സമയത്ത് ഖാബിൽ എന്നുള്ളത് അള്ളാഹുവിന്റെ ഒരു ഇസ്മാണ്. അത് പിടിച്ചു വെക്കുന്നവനും നിയന്ത്രിക്കുന്നവനും പരിമിതപ്പെടുത്തുന്നവനും ഒക്കെയാണ് ഇതിന്റെ അർത്ഥം വരുന്നത്. പിടിച്ചു വെക്കുക, ഒതുക്കി നിർത്തുക എന്നുള്ള അർത്ഥത്തിൽ. രണ്ടാമത്തേത് അൽ ബാസിത്ത്. ബാസിത്ത് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. വിശാലമായി നൽകുക, സ്വതന്ത്രമാക്കി വിടുക എന്നുള്ള അർത്ഥത്തിൽ. പിന്നെ അള്ളാഹുവിലേക്ക് ചേർത്തി നോക്കുന്ന സമയത്ത് ഖാബിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ചു വെക്കുന്നവൻ എന്നുള്ളതും, ഇതിന്റെ ഓപ്പോസിറ്റായി ബാസിത്ത് വിശാലമായി നൽകുന്നവനെന്നും നിയന്ത്രണങ്ങളില്ലാതെ നൽകുന്നവനെന്നും, ഇത് രണ്ടിന്റെയും ഉള്ളിൽ അള്ളാഹുവിലേക്ക് ചേർത്തി നോക്കുന്ന സമയത്ത് എങ്ങനെ വരുന്നു എന്നുള്ളത് നോക്കാം. മഹാനായിരിക്കുന്ന ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ അസ്മാഉൽ ഹുസ്നയുടെ ഷറഹില് ഇതിന് 4 രീതിയിൽ വ്യാഖ്യാനങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട ഏറ്റവും ഒന്നാമതായി പറഞ്ഞു വെക്കുന്നത്, അള്ളാഹു നമുക്ക് ജീവൻ നൽകുന്ന സമയത്ത് റൂഹിനെ നൽകുകയും മരണസമയത്ത് അത് പിടിച്ചു വെക്കുകയും ചെയ്യുന്നതാണ്. മരിക്കുന്ന സമയത്ത് റൂഹിനെ പിടിച്ച് അള്ളാഹു കൽപ്പിക്കുന്ന സ്ഥലങ്ങളിലേക്ക് അള്ളാഹുവിന്റെ കൽപ്പനയനുസരിച്ച് മലക്കുകൾ കൊണ്ടുപോകുന്നു എന്നുള്ളത്. അതേസമയം നമുക്ക് ഉമ്മ ഗർഭം ചുമന്ന് 4 മാസമാകുന്ന സമയത്ത് റൂഹിനെ നിക്ഷേപിച്ച് തരുന്നവൻ, അപ്പോൾ റൂഹിനെ പിടിച്ചു നിർത്തുന്നവനും അത് അയച്ചു വിട്ട് നമുക്ക് തരുന്നവനും അള്ളാഹു ആകുന്നു എന്നുള്ളത്. ഇതാണ് ഖാബിലും ബാസിത്തിനും ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി കൊടുത്ത ഒരു വ്യാഖ്യാനം. അതേപോലെ തന്നെ നല്ലൊരു വ്യാഖ്യാനമാണ് ഗസ്സാലി ഇമാം കൊടുത്തത്. സമ്പന്നർക്ക് അള്ളാഹു ദാരിദ്ര്യം അവരുടെ അടുത്ത് പോലും വരാത്ത രീതിയിൽ വിശാലമായി സമ്പത്ത് നൽകുന്നവനാകുന്നു ബാസിത്തായിരിക്കുന്ന അള്ളാഹു. അതേസമയം വയഖ്ബിലുഹു, ആ സമ്പത്തിനെ തന്നെ അള്ളാഹു പിടിച്ചു വെക്കുന്നതാണ് അനിൽ ഫുഖറായി, പാവപ്പെട്ട ആളുകളെ തൊട്ട്. ഹത്താ ലബ്ഖിതാക, അവർക്ക് ഏതു മാർഗത്തിലൂടെ നോക്കുന്ന സമയത്തും ഒരു നിലക്കും സമ്പത്ത് ഉണ്ടാകാത്ത രീതിയിൽ പാവപ്പെട്ട ആളുകളായി അവശേഷിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോ അള്ളാഹുവിന്റെ ബസ്ത് എന്നുള്ളത് റിസ്ഖിൽ സമ്പന്നർക്ക് അള്ളാഹു വിശാലമായി നൽകുക, അവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ വിശേഷണങ്ങളിൽ ബാസിത്ത് എന്നുള്ളതായിരിക്കും. അതേസമയം പാവപ്പെട്ട ആളുകളോ അവര് ഖാബിൽ എന്നുള്ളത് അവരെ അള്ളാഹുവിനെ അറിയുന്ന കുറെ ഹിക്മത്തുകൾ കാരണം, കുറെ അള്ളാഹുവിനെ മാത്രം അറിയുന്ന കുറെ കാര്യങ്ങൾ കാരണം അള്ളാഹു ഒരാൾക്ക് നിശ്ചയിച്ചു വെച്ചിരിക്കുന്നത് കുറഞ്ഞ അളവിലുള്ള ഭൗതിക സൗകര്യങ്ങളാണെങ്കിൽ അത്
അതിനെ അള്ളാഹു അവനോട് ഖാബിലായി കൊണ്ടാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അതായത് അവനെ വിശാലമായി നൽകാതെ പിടിച്ചു വെച്ചുകൊണ്ട് ആവശ്യത്തിനുള്ളതല്ലെങ്കിൽ പരിമിതമായത് മാത്രം നൽകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ യബ്സുത്തു റിസ്ഖ അലല്ലഖനി, സമ്പന്നരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ ഒരു ഭാഗം ബാസിത്ത് എന്നുള്ളതാണ് വ്യാഖ്യാനിക്കൊക്കെ കാണിച്ചു കൊടുക്കുന്നത്. അതേസമയം പാവപ്പെട്ട ആളുകൾക്ക് ഖാബിൽ എന്നുള്ളതാണ് കാണിച്ചു കൊടുക്കുന്നത്. ഇങ്ങനെ പരസ്പരം പൊരുത്തപ്പെട്ട് കിടക്കുന്നത് കൊണ്ടാണ് നാം ഇതുവരെയുള്ള ക്ലാസ്സിലൊക്കെ ഓരോ ഇസ്മുകൾ എടുത്ത് ചർച്ച ചെയ്ത സമയത്ത് ഇന്ന് 2 ഇസ്മിനെ ഒന്നിച്ചു കൊണ്ടുപോകുന്നത്, ഖാബിലും ബാസിത്തും കൊണ്ടുപോകും. കാരണം അള്ളാഹുവിന്റെ ഒരു മുഖമാകുന്നു ഖാബിൽ എന്നുണ്ടെങ്കിൽ മറ്റൊരു മുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖം എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു ഭാഗം ഖാബിൽ വിശാലമായി നൽകുക എന്നുള്ള ബാസിത്തെങ്കിൽ മറ്റൊരു ഭാഗമാകുന്നു ഖാബിൽ നിയന്ത്രിച്ചു വെക്കുകയും പിടിച്ചു വെക്കുകയും ചെയ്യുക എന്നുള്ളത്. രണ്ടും വരുന്നത് അള്ളാഹുവിൽ നിന്നാണ് എന്ന് പരിശുദ്ധ ഖുർആനിലെ ഒന്നിലധികം സ്ഥലങ്ങളിൽ വന്ന് കിടക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് കൂടുതൽ മനസ്സിലാക്കും. അത് വെച്ച് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി ഇത് പറഞ്ഞു വെക്കുന്നത് യബ്സുത്തു റിസ്ഖ അലല്ലഗനിയ എന്ന് പറയുന്നത് ഹത്താല യബ്ഖഫാക, ഇല്ലായ്മ എന്നുള്ളത് അവർക്ക് ഒരു നിലക്കും വരാത്ത രീതിയിൽ സമ്പത്ത് വിശാലമായി നിൽക്കും. എന്നാൽ ഒരു കഴിവുമില്ലാത്തത്ര രീതിയിൽ പാവങ്ങളെ പരിമിതപ്പെടുത്തി പിടിച്ചു വെച്ചുകൊണ്ട് പിടിച്ചു വെക്കുകയും പാവങ്ങളെ തൊട്ട് സമ്പത്തിനെ പിടിച്ചു വെക്കുകയും ചെയ്യും അല്ലാഹു എന്ന് പറയും. മൂന്നാമത്തെ ഒരു വ്യാഖ്യാനം കൂടി അതിന്റെ കൂടെ ചേർത്ത് വെക്കേണ്ടത് വയഖ്ബിലുൽ ഖുലൂബ ഫയുളയ്യിഖുഹാ ബിമാ യക്ശിഫു ലഹാ മിൻ ഖില്ല, അല്ലാഹു ഹൃദയങ്ങളെ ചില സമയത്ത് പിടിച്ചു വയബ്സുതുഹാ ബിമാ യതഖറബു ഇലൈഹാ, ചില സമയത്ത് അതിനെ തുറന്നു വിടുകയും ചെയ്യും എന്നുള്ളത്. മാനസികമായിട്ട് തന്നെ ചില സമയത്ത് ഒരുപാട് സന്തോഷങ്ങളും അനുഗ്രഹങ്ങളും ലഭിച്ച് ആനന്ദത്തിന്റെ സമയങ്ങളുണ്ട്. അതേസമയം തന്നെ ചില അള്ളാഹുവിന്റെ ലുത്തുഫ് കരുണ കൊണ്ടും അള്ളാഹുവിന്റെ നല്ല റഹ്മത്ത് കൊണ്ടും ഒക്കെ വളരെ സന്തോഷവും വളരെ സമാധാനവും നൽകുന്ന ആ ഒരു രംഗത്തോടൊപ്പം ചില ആളുകൾക്ക് അള്ളാഹു ചില സമയത്ത് ഹൃദയത്തിന് ഒരു പ്രയാസമിട്ട് കൊടുക്കാറുണ്ട്. അതിനെ അള്ളാഹു ലീഖ് പ്രയാസം ഇട്ട് കൊടുക്കുമെന്നാണ്. 2 ഭാഗങ്ങൾ പറയുന്നത്, ഒന്ന് മനസ്സിന് വളരെ സന്തോഷങ്ങൾ ഉണ്ടാകുന്ന ചില സമയങ്ങൾ നിൽക്കും, അതേസമയം തന്നെ ചില ആളുകൾക്ക് ചില സമയത്ത് മാനസികമായിട്ട് പ്രയാസങ്ങൾ ഉണ്ടാകുന്ന രംഗം. അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ പറയുന്ന സ്വർഗത്തെ കുറിച്ച് വർണ്ണിക്കുന്ന സന്തോഷത്തിന്റെ കുറെ വർത്തമാനങ്ങൾ ഒരു ഭാഗത്ത് കാണും. അതേസമയം നരകത്തെ കുറിച്ച് വർണ്ണിക്കുന്ന നരകത്തിന്റെ പ്രയാസങ്ങൾ നിറഞ്ഞ ഭാഗങ്ങൾ കാണും. രണ്ടും അല്ലാഹു മനുഷ്യന്റെ മനസ്സുകളിലെ സ്വാധീനം ചെലുത്താൻ വേണ്ടി പരിശുദ്ധ ഖുർആനിൽ ഒരുക്കി വെച്ചതാണ്. സ്വർഗത്തിന്റെ ഭാഗങ്ങൾ കേൾക്കുന്ന സമയത്ത് ആഗ്രഹം ജനിപ്പിച്ച് മുന്നോട്ട് പോകും. അതേസമയം നരകത്തിന്റെ വർത്തമാനങ്ങൾ കേൾക്കുന്ന സമയത്ത് പേടിച്ചതിലേക്ക് അടുക്കാതിരിക്കും. അപ്പൊ യഖ്ബിലുൽ ഖുലൂബ എന്നുള്ളത് ഹൃദയത്തെ ചില സമയത്ത് ഖബ്ള് ചെയ്തു വെക്കും. അതേസമയം ചില സമയത്ത് ആ ഹൃദയങ്ങൾക്ക് ബസ്ത് നൽകുകയും ചെയ്യുന്നതാണ്, പിടിച്ചു വെക്കുകയും അയച്ചു വിടുകയും ചെയ്യുന്നതാണ്. പിടിച്ചു വെക്കുന്ന സമയത്ത് അത് പ്രയാസപ്പെട്ടു പോകും. വിശാലമായ ഭൂമി അത് ഇടുങ്ങിയതായി തോന്നുന്ന, പ്രയാസങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇടുങ്ങിയതായി തോന്നും, ഒരു രക്ഷയുമില്ല എന്ന് തോന്നിപ്പോകുന്ന സന്ദർഭങ്ങൾ വരും. അതേസമയത്തോ ചെല്ലുന്നതെല്ലാം സന്തോഷത്തിന്റെ കാര്യങ്ങളായിട്ട് ഹൃദയത്തിന് വിശാലമായ സന്തോഷങ്ങളും അല്ലാഹു നൽകുന്നതാണ്. അപ്പോ ഭക്ഷണത്തിലായാലും മറ്റു കാര്യങ്ങളിലും അല്ലാഹു വിശാലമായി നൽകുമെന്നതിന് സൂചിപ്പിക്കുന്നതാണ് ബാസിത്ത് എന്നുള്ള ഇസ്മ. അതേസമയം ഭക്ഷണത്തിലും മറ്റു കാര്യങ്ങളിലും അല്ലാഹു നിയന്ത്രിച്ചു കൊണ്ടിരിക്കും എന്നുള്ളതിനെ അറിയിച്ചു തരുന്നതാണ് ഖാബിൽ എന്നുള്ള അല്ലാഹുവിന്റെ ഇസ്മ. ഇനി നമുക്ക് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു ഇത് വിവരിക്കുന്ന, അല്ലാഹുവിന്റെ ഈ വിശേഷണം വിവരിക്കുന്ന ആയത്തുകളിലൂടെ പോവാം. സൂറത്തുൽ ബഖറയിലെ 245-ാമത്തെ ആയത്ത്, മൻദല്ലദീ യുഖ്രിദുല്ലാഹ ഖർളൻ ഹസനൻ ഫയുളാഇഫഹു ലഹു അദ്ആഫൻ കസീറ വല്ലാഹു യഖ്ബിലു വയബ്സുതു. അവിടെയാണ് പറയുന്നത് വല്ലാഹു യഖ്ബിലു വയബ്സുതു വഇലൈഹി തുർജഊൻ. ചോദിക്കാണ്, മൻദല്ലദീ യുഖ്രിദുല്ലാഹ ഖർളൻ ഹസൻ, ആരാണ് അല്ലാഹുവിന് കടം കൊടുക്കുക, അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചു കഴിഞ്ഞാൽ അല്ലാഹു തിരിച്ച് ആഖിറത്തിൽ തരാമെന്ന് പറഞ്ഞ വാക്ക് കേട്ടുകൊണ്ട് ഇവിടെ ചെലവഴിക്കാൻ തയ്യാറാകുന്നത് ആരാണ്? ഫയുളാഇഫഹു ലഹു, അവനക്ക് നാം ഇരട്ടി പ്രതിഫലം നൽകുന്നതാണ്. അദ്ആഫൻ കസീറത്തൻ, ധാരാളം ഇരട്ടികൾ.
പല ഹദീസുകളിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഒരു സമയത്ത് ഒരു നന്മ ചെയ്തു കഴിഞ്ഞാൽ അതിന് 10 ഇരട്ടി പ്രതിഫലമുണ്ട് എന്ന് നിൽക്കും, 70 ഇരട്ടി പ്രതിഫലമുണ്ട് എന്ന് നിൽക്കും, 700 ഇരട്ടി പ്രതിഫലമുണ്ട് എന്ന് നിൽക്കും. ലൈലത്തുൽ ഖദറിന്റെ അന്നാണെങ്കിൽ 1000 മാസങ്ങളുടെ പ്രതിഫലം ഉണ്ട് എന്ന് കേൾക്കും. അപ്പൊ അൽ ആഫൻ കസീറത്ത്, നിങ്ങൾ ചെയ്യുന്ന നന്മ അള്ളാഹുവിന്റെ മാർഗത്തില് ചെലവഴിക്കുകയാണെങ്കിൽ, അള്ളാഹുവിന് കടം കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ, ഖർദൻ ഹസനൻ, മനസ്സ് സംതൃപ്തമായി കൊണ്ട്, കുടുങ്ങിയിട്ട് പെരുവേര് വന്ന് ഇനി പോയി കിട്ടൂല എന്ന് തോന്നിയത് കൊണ്ടല്ല കൊടുക്കുന്നത്, ഹൃദയത്തിൽ നിന്ന് ഇഷ്ടപ്പെട്ടുകൊണ്ട് കൊടുക്കുന്ന, ചെലവഴിക്കുന്നത്. ഫയുളാഇഫഹു ലഹു അദ്ആഫൻ കസീറത്തൻ, അള്ളാഹു അതിന് ഇരട്ടി, ഒരുപാട് ഇരട്ടി പ്രതിഫലങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു പറയാണ്, അള്ളാഹു യഖ്ബിൽ വയബ്സുത്ത്, അള്ളാഹു യഖ്ബിൽ പിടിച്ചു വെക്കുകയും ധാരാളമായി നൽകുകയും ചെയ്യും. വഇലൈഹി തുർജഊൻ, ആ അള്ളാഹുവിലേക്ക് നിങ്ങളെ മടക്കപ്പെടുന്നതാണ്. അപ്പോ സംഭാവന കൊടുക്കണം, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന ആയത്തുകൾ ഇങ്ങനെ പറയുന്ന സമയത്ത് പലപ്പോഴും ഓരോരുത്തരുടെയും മനസ്സിലേക്ക് വരിക, അതിന് ഞങ്ങളുടെ അടുത്തുണ്ടോ എന്നായിരിക്കും. അല്ലെങ്കിൽ ഈ ഉള്ളത് ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് എവിടുന്ന് ലഭിക്കും എന്നുള്ളതാണ്. അള്ളാഹു അതിന്റെ മറുപടി പോലെയാണ്, അള്ളാഹു യഖ്ബിൽ, അള്ളാഹു റിസ്ഖുകളും മറ്റും പിടിച്ചു വെക്കുന്നതാണ്, കുറഞ്ഞ അളവിലെ ചില ആളുകൾക്ക് നൽകുകയുള്ളൂ. വയബ്സുത്ത്, എന്നാൽ മറ്റു ചില ആളുകൾക്ക് ധാരാളമായി നൽകുന്നതാണ്. അള്ളാഹു ഖാബിലും ബാസിത്തുമാകും. അള്ളാഹു യഖ്ബിൽ വയബ്സുത്ത്, അള്ളാഹു ഖാബിലും ബാസിത്തുമാകുന്നു. അത് ഖാബിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം പരിമിതമായത്, അവര് ചെലവഴിച്ചാലും ഇല്ലെങ്കിലും അള്ളാഹു അവർക്ക് കണക്കാക്കിയിരിക്കുന്ന ആ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന പരിമിതമായത് അവരുടെ കയ്യിൽ ഉണ്ടാവുള്ളൂ. ചെലവഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും അള്ളാഹു ആകുന്നു റസാഖ്. നമ്മൾ പഠിച്ചു, അവർക്ക് അള്ളാഹു റിസ്ക് നൽകുന്നതാണ്. അള്ളാഹുവിനെ കടം കൊടുക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ തയ്യാറായി. വയബ്സുത്ത്, ധാരാളമായി നൽകുന്നതും അള്ളാഹു ആകുന്നു. ആ ധാരാളമായി നൽകുന്നതിനനുസരിച്ച് അള്ളാഹുവിന്റെ മാർഗത്തിൽ ധാരാളമായി ചെലവഴിച്ചു എന്ന് വിചാരിച്ചു, അവന്റെ സമ്പത്ത് ഒരിക്കലും തീർന്നു പോവുകയോ റിസ്ക് മുടങ്ങി പോവുകയോ കുറഞ്ഞു പോവുകയോ ചെയ്യുന്നില്ല. കാരണം കൊടുക്കുന്നവൻ അള്ളാഹുവാണ്. ആ അള്ളാഹു ഖാബിലും ബാസിത്തുമാകുന്നു. നമ്മളിത് വിശാലമായി ഉണ്ടാകുന്ന സമയത്ത് നാം ഒന്നും കൊടുക്കാതെ പിടിച്ചു വച്ചാൽ തന്നെ അള്ളാഹു ഖബ്ല് എന്നുള്ള വിശേഷണത്തോടുകൂടെ നമ്മെ സമീപിച്ചു കഴിഞ്ഞാൽ അതോടുകൂടെ എന്തായി മാറും? നമ്മളുടെ ഈ സമ്പത്ത് കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കും. ഒന്നുമില്ലാത്ത അവസ്ഥയിൽ അള്ളാഹു ബാസിത്തായിട്ട് നമ്മളുടെ അടുക്കലേക്ക് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അള്ളാഹു നമ്മളെ വിശാലമായി നൽകിക്കഴിഞ്ഞാലോ നമുക്ക് വിശാലമായി ലഭിക്കുകയും ചെയ്യും. അപ്പൊ അള്ളാഹു ഖാബിലും ബാസിത്തുമാണ്. ഈ ആയത്ത് എന്നാണ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ആരാണ് കടം കൊടുക്കാൻ തയ്യാറ്, ചെലവഴിക്കാൻ തയ്യാറ്? ആ കടം തിരിച്ചു കിട്ടൽ എവിടെ? നാളെ പരലോകത്ത് ചെല്ലുന്ന സമയത്ത് ഫയുളാഇഫഹു ലഹു അദ്ആഫൻ കസീർ, ധാരാളം ഇരട്ടി പ്രതിഫലം ഞാൻ നൽകാം. നിങ്ങൾ ചെലവഴിക്കുന്ന 10 റിയാലിന് ഇരട്ടി റിയാലുകൾ ഞാൻ നൽകാം. പക്ഷെ അതിന്റെ പ്രതിഫലം നാളെ ആഖിറത്തിലായിരിക്കും ഇവിടുന്ന് കൊടുത്തു വെക്കുന്നത്. എന്നിട്ടാണ് പറയുന്നത്, അല്ലാഹു യഖ്ബിൽ വയബ്സുത്ത്, അള്ളാഹു പിടിച്ചു വെക്കുകയും വിശാലമായി നൽകുകയും ചെയ്യും. ഈ പിടിച്ചു വെക്കുന്നത് അള്ളാഹുവിന്റെ സ്വഭാവങ്ങളുടെ ഒരു ഭാഗമാണ്. അതിൽപ്പെട്ട ഒരു ഇസ്മാണ് അൽ ഖാബിൽ എന്ന് പറയുന്നത്. വിശാലമായി നൽകുക എന്നുള്ളത് ബാസിത്ത് അള്ളാഹുവിന്റെ മറ്റൊരു വിശേഷണമാണ്. അതിൽ നിന്ന് പേരുന്ന ഇസ്മാണ് അൽ ബാസിത്ത് എന്നുള്ളത്. വഇലൈഹി തുർജഊൻ, ആ അള്ളാഹുവിലേക്ക് നിങ്ങളെ മടക്കപ്പെടുന്നതാണ്. ഇനി ഈ അള്ളാഹുവാകുന്നു നൽകുന്നവൻ എന്നുള്ളതും, അള്ളാഹുവാകുന്നു നൽകുന്നതിനെ നിയന്ത്രിച്ച് പരിമിതപ്പെടുത്തുന്നവൻ എന്നുള്ളതും, അല്ലെങ്കിൽ നൽകാതിരിക്കുന്നവൻ എന്നുള്ളതും, പിടിച്ചുവെക്കുന്നവൻ എന്നുള്ളതും സൂറത്തുൽ കഹ്ഫ്, വെള്ളിയാഴ്ച നമുക്ക് പാരായണം ചെയ്യാറുള്ള സൂറത്തുൽ കഹ്ഫില് 2 ആളുകളുടെ കഥ പറഞ്ഞുകൊണ്ട് അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. 2 ആളുകളുടെ ഉദാഹരണമാണ്. ദീർഘമായ ആയത്തുകളിലൂടെ പറയുന്ന വിഷയം അതിൽ ചുരുക്കി പറയാം. അള്ളാഹു പറയുന്നത്, വദ്രിബ് ലഹും മസലൻ റജുലൈനി ജഅൽനാ ലിഅഹദിഹിമാ ജന്ന. വദ്രിബ് ലഹും മസലൻ, റസൂലേ നിങ്ങൾ അവർക്ക് ഉദാഹരണം പറഞ്ഞു കൊടുക്കുക. റജുലൈനി, 2 ആളുകളുടെ കഥ. എന്താണ് 2 ആളുകളുടെ കഥ ഉദാഹരണമായി പറഞ്ഞു കൊടുക്കുന്നത്? ജഅൽനാ ലിഅഹദിഹിമാ ജന്നതൈൻ, 2ൽ നിന്ന് ഒരാൾക്ക് ഞാൻ 2 തോട്ടങ്ങൾ നൽകി. അതിൽ മുന്തിരികളും മറ്റു ഈത്തപ്പനകളും മറ്റു അനുഗ്രഹങ്ങളും കൃഷികളെല്ലാം നിറച്ചു നൽകി 2ൽ ഒരാൾക്ക്. അതിൽ ഓരോ തോട്ടങ്ങളിലും ധാരാളമായി ഭക്ഷണവും മറ്റു കാര്യങ്ങളെല്ലാം വന്നു. അതിന്റെ വഫജ്ജർനാ ഖിലാലഹുമാ നഹറ, ആ തോട്ടങ്ങൾക്കിടയിലൂടെ നദിയെ നാം ഒഴുക്കിക്കളയുകയും ചെയ്തു. അങ്ങനെ അയാളിങ്ങനെ ഫഖാല ലി സ്വാഹിബി, തന്റെ കൂട്ടുകാരനായ ഒരാൾക്കാണ് അള്ളാഹു ഈ 2 തോട്ടങ്ങൾ കൊടുത്ത് അനുഗ്രഹിച്ചത്. ഒപ്പമുള്ള മറ്റൊരാളുടെ ഉദാഹരണത്തിലുള്ള മറ്റൊരാളുടെ കഥ, അയാൾക്ക് അള്ളാഹു ഒന്നും കൊടുത്തിട്ടില്ല.
പാവപ്പെട്ട ദരിദ്രനായിരിക്കുന്ന ഒരാൾ. അപ്പോ അള്ളാഹു 2 തോട്ടങ്ങൾ നൽകി 2 തോട്ടത്തിൽ അനുഗ്രഹങ്ങൾ നിറച്ചു കൊടുത്ത ഒരാളുടെ ഉദാഹരണവും ഒന്നും കൊടുക്കാത്ത ഒരാളുടെ ഉദാഹരണവും അവർക്ക് പറഞ്ഞു കൊടുക്കുക. ആ സമ്പത്തുള്ള ആള് സമ്പത്തില്ലാത്തവനെ നോക്കിക്കൊണ്ട് പറയാണ് അന അക്സറു മിൻക മാലം വ അഅ്സു നഫ്റാ, എനിക്കാണ് ധാരാളമായി സമ്പത്തും ധാരാളം കൂട്ടുകാരും ബന്ധങ്ങളും അനുയായികളും ഒക്കെ ഉള്ളത് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. എനിക്കാണ് ഒരുപാട് അഭിമാനവും കൂട്ടുകാരും ഒക്കെ ഉള്ളത്. അങ്ങനെ അദ്ദേഹം തന്റെ സമ്പത്തുണ്ടാകുന്ന സമയത്ത് അള്ളാഹുവിനെ മറന്നുപോയത് കൊണ്ട് തന്റെ തോട്ടത്തിലേക്ക് ഇങ്ങനെ കടന്നുപോ പറയാണ് മാ അളുന്നു അൻ തബീദ ഹാദിഹി അബദ, ഇതൊരിക്കലും എന്നിൽ നിന്ന് നീങ്ങി ഇല്ലാതെയായി പോകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല എന്നുള്ളത്. ഇങ്ങനെ ഒമാ അളുന്നു സാഅത ഖായിമത്തൻ, ആ അഹങ്കാരത്തിൽ ഇങ്ങനെ മൂത്ത് സൗകര്യങ്ങൾ കൂടുന്ന സമയത്ത് ഉണ്ടാകുന്ന അഹങ്കാരത്തിൽ ഇങ്ങനെ മൂത്ത് പറയാണ് അന്ത്യനാൾ വരും നശിച്ചു പോകും എന്നുള്ള നിങ്ങളെ വിശ്വാസമൊന്നും ശരിയാണ് എന്ന് തോന്നുന്നില്ല. ഇനിയെങ്ങാനും നിങ്ങൾ പറഞ്ഞ പോലെ അള്ളാഹുവിലേക്ക് ഞാൻ മടക്കപ്പെട്ട് കഴിഞ്ഞാൽ അജിദന്ന ഖൈറം മിൻഹ മുൻഖലബ, ഇതിനേക്കാൾ ഖൈറായത് എനിക്ക് അവിടെയും കിട്ടാൻ സാധ്യതയുണ്ട്. അള്ളാഹുൽ വിശ്വസിക്കുന്നത് നീയാണ്, നിനക്ക് അള്ളാഹു തോട്ടങ്ങൾ തന്നിട്ടില്ല, എനിക്കാണ് അള്ളാഹു നൽകിയത്, എനിക്ക് നൽകിയ അനുഗ്രഹങ്ങൾ ഇങ്ങനെയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഖാലഹു സ്വാഹിബുഹു വഹുവ യുഹാവിറുഹു, അവനോട് സംഭാഷണം നടത്തുന്ന തോട്ടങ്ങളില്ലാത്ത പാവപ്പെട്ട മനുഷ്യൻ പറയാണ് ഇനെ അകഫർത ബില്ലദീ ഖലഖക മിൻ തുറാബിൻ, മണ്ണിൽ നിന്ന് നിന്നെ സൃഷ്ടിച്ച നിന്റെ രക്ഷിതാവിനെ നീ മറന്നു കളഞ്ഞു. ആ മണ്ണിനെ സൃഷ്ടിച്ച ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷം സുമ്മ മിൻ നുത്ഫത്തിൻ, പിന്നെ ബീജഗണങ്ങളിലൂടെ പരമ്പര ഇങ്ങനെ നിലനിർത്തി പോകുന്നു. സുമ്മ സവ്വാക റജുല, നിന്നെ ഒരു പരിപൂർണ മനുഷ്യനാക്കി മാറ്റിയ അള്ളാഹുവിനെ നീ കളവാക്കുകയാണോ? എന്നിട്ട് ഇങ്ങനെ അത് വിശദീകരിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞ വലൗല ഇദ് ദഖൽത ജന്നതക ഖുൽത മാഷാ അല്ലാഹ്, വലൗല ഇദ് ദഖൽത ജന്നതക, നിന്റെ തോട്ടത്തിലേക്ക് കടന്നു വരുന്ന സമയത്ത് നിനക്ക് പറഞ്ഞുകൂടെ ഇത് അള്ളാഹു എനിക്ക് കണക്കാക്കിയതാണ്, മാഷാ അല്ലാഹ്, അള്ളാഹു എനിക്ക് തന്നതാണ്, ഇത് അള്ളാഹു എനിക്ക് നൽകിയതാണ് എന്ന് അംഗീകരിച്ചു പറഞ്ഞുകൂടെ? ലാ ഖുവത ഇല്ലാ ബില്ലാ, അള്ളാഹുവിനല്ലാതെ മറ്റൊരാൾക്കും ഒരു കഴിയുമില്ല എന്ന് പറഞ്ഞുകൂടെ? പാവപ്പെട്ട മനുഷ്യ പറയാം അസാ റബ്ബി, എന്റെ രക്ഷിതാവായ അള്ളാഹു ആയേക്കാം അയ്യൂത്തിയനി ഖൈറം മിൻ ജന്നതിക, നിന്റെ ഈ തോട്ടത്തെക്കാൾ ഉത്തമമായത് എനിക്ക് അള്ളാഹു നൽകിയേക്കാം. വയുർസില അലൈഹ ഹുസ്ബാനം മിനസ്സമായി, ആകാശത്തു നിന്ന് വല്ല അപകടവും ഇതിലേക്ക് അള്ളാഹു അയച്ചു പോയേക്കാം. ഒരു തോട്ടമുണ്ട് എന്ന് പറഞ്ഞിട്ട് വലിയ ആളാണെന്നുള്ള തോന്നൽ വേണ്ട. ആകാശത്തു നിന്ന് അള്ളാഹു ഒരു വിപത്തിറക്കിയാൽ മതി, അത് ഒന്നുമല്ലാതെയായി പോകുന്ന അവസ്ഥയുണ്ടാകും. അല്ലെങ്കിൽ ആ ഒഴുകുന്ന നദിയിലെ വെള്ളം വറ്റിപ്പോയി കഴിഞ്ഞാൽ തിരിച്ചു കൊണ്ടുവരാനോ തിരിച്ചൊരു പുഴ ഉണ്ടാക്കാനോ നിനക്കൊരിക്കലും സാധിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു ബാസിത്തായതുകൊണ്ട് വിശാലമായി നൽകി. ആ ഉണ്ടാകുന്ന സമയത്ത് പറഞ്ഞു പോകുന്നുള്ളൂ, അല്ലെങ്കിൽ ചിന്തിച്ചു പോകാറുണ്ട് ഓരോരുത്തരും, ഇതെന്റെ കഴിവ് കൊണ്ട് കിട്ടിയതാണ്, ഇത് എന്റെ കാര്യങ്ങളെ കൊണ്ടാണ്, ഇതെനിക്ക് അള്ളാഹു എന്നൊന്നും നിലനിർത്തി നിർത്തും. അബദ. അപ്പോ 35-ാമത്തെ ആയത്ത് കാലമാ, അദ്ദേഹം പറഞ്ഞ വാക്കാണ് മാ അള്ളുന്നു അൻ തബീദ ഹാദിഹി അബദ, ഇതൊരിക്കലും എനിക്കില്ലാതെ എന്നിൽ നിന്ന് നശിച്ചു പോകും എന്ന് ഞാൻ എന്ത് ചെയ്യുന്നില്ല, വിചാരിക്കുന്നില്ല എന്ന് ഓരോരുത്തർക്കും ഉണ്ടാകുന്ന വിചാരം. എന്നാലോ ആ സമയത്ത് പാവപ്പെട്ട ആള് അവനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്താണ്, എന്റെ രക്ഷിതാവ് ഇതിനേക്കാൾ നല്ലത് എനിക്ക് നൽകിയേക്കാം, ഇതിൽ അള്ളാഹുവിന്റെ വിപത്ത് ഇറങ്ങുകയും ചെയ്തേക്കാം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതിനെ തടഞ്ഞിട്ട് പിന്നെ നിലനിർത്താനുള്ള ഒരു കഴിവ് മനുഷ്യനായ നിങ്ങൾക്കില്ല എന്നാണ് ഈ കഥയിലൂടെ ഉദാഹരണം. മസലൻ എന്ന് പറഞ്ഞ 2 ആളുടെ ഉദാഹരണത്തിലൂടെ പറഞ്ഞു വരുന്നത് അള്ളാഹുവാകുന്നു നൽകുന്നവനും അള്ളാഹുവാകുന്നു തടഞ്ഞു വെക്കുന്നവർ ക്ഷമിച്ചു നിൽക്കുകയാണെങ്കിൽ ഇതിനേക്കാൾ ഖൈറായത് അള്ളാഹു നാളെ മാശറ ലോകത്ത് വെച്ച് നൽകുന്നതാണ്, സ്വർഗത്തിൽ വെച്ച് സൗകര്യങ്ങളായി വിശാലമായി നൽകുന്നു. അപ്പോ അള്ളാഹുവിന്റെ വിശാലമായി നൽകുന്നതിന്റെ ഒരു ഭാഗവും അതേസമയം ചില ആളുകൾക്ക് തടഞ്ഞു വെക്കുന്നതിന്റെ ഭാഗവുമാണ് സൂറത്തുൽ കഹ്ഫിലൂടെ അള്ളാഹു ഇങ്ങനെ വിവരിച്ച് പറഞ്ഞു കൊടുക്കുന്നത്. ഇതുപോലെ തന്നെ ഇതിനോട് ചേർത്ത് വായിക്കേണ്ട ഒരു ഖാബിലായി നമുക്ക് നൽകിയാലും അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നാണ് വരുന്നത്, ബാസിത്തായി നൽകുന്ന സമയത്തും അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നാണ് വരുന്നത്. അള്ളാഹു വിശാലമായും കണക്കാക്കിയും നൽകുമെന്ന് ഖുർആനിൽ മറ്റൊരിടത്ത് പരാമർശിക്കുന്നുണ്ട്. സൂറത്തുൽ ഖസസിലാണ് ആ പരാമർശം വരുന്നത്. സൂറത്തുൽ ഖസസിലെ ഖാറൂന്റെ ചരിത്രം ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. പലപ്പോഴും അള്ളാഹു വിശാലമായി നൽകുന്നത് പരീക്ഷണമായിരിക്കുമെന്ന്. ഇത് പറയാൻ വേണ്ടി അസ്മാഉൽ ഹുസ്നയുടെ വ്യാഖ്യാതാക്കളിൽ ചില ആളുകൾ എടുത്തു വെച്ച ചരിത്രം ഖാറൂന്റെ ചരിത്രമാണ്. ഖാറൂൻ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ജീവിച്ച ഒരാളായിരുന്നു.
അദ്ദേഹം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോടും സമൂഹത്തോടും എതിര് പ്രവർത്തിച്ച് നടന്നു. അങ്ങനെ തന്നെ അദ്ദേഹത്തിന്റെ പ്രത്യേകത ഖുർആൻ പറഞ്ഞത് ധാരാളം സമ്പത്തിന്റെ ഉടമയായിരുന്നു. ഇന്ന മഫാത്തിഹു ലതനൂഉ ബിൽ ഉസ്ബതി ഉലിൽ ഖുവ, വലിയ ഒരു സംഘം ആളുകൾക്ക് ചുമക്കാൻ മാത്രം അദ്ദേഹത്തിന്റെ ഖജനാവുകളുടെ താക്കോലുകൾ ഉണ്ടായിരുന്നു എന്ന് പറയും. ഇത്ര വലിയ സമ്പത്ത് നൽകിയ അദ്ദേഹത്തിന് അള്ളാഹു വിശാലമായി നൽകി. ആ നൽകിയതിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ പരാമർശം എന്തായിരുന്നു? ഖാല ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ, ഇതെല്ലാം എന്റെ കഴിവ് കൊണ്ടും എന്റെ പ്രാഗൽഭ്യം കൊണ്ടും ലഭിച്ചതാണ്. അലാ ഇൽമിൻ ഇന്ദി പറഞ്ഞാൽ എന്റെ അറിവ് കൊണ്ട് ലഭിച്ചതാണ്. നമ്മളൊരാളുണ്ട്, അള്ളാഹു വിശാലമായി നമുക്ക് വല്ലതും തന്നു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും ചിന്തിച്ചു പോകാറില്ല, അത് എന്നെ ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് ഈ കഴിവ് കൊണ്ട് ലഭിച്ചതാണ്, ഇന്ന കാര്യം കൊണ്ട് ലഭിച്ചതാണ് എന്നൊക്കെ ചിന്തിച്ചു പോകാറുണ്ട്. അടിസ്ഥാനപരമായിട്ടാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ആരുടെ ഭാഗത്ത് വരുന്നതാണ്? ബാസിത്ത്, വിശാലമായി നൽകുന്നവൻ അള്ളാഹുവാണ്. അത് അള്ളാഹു നൽകിയതാണ്. അള്ളാഹു അവന് നൽകൽ വിശാലമായി നൽകിയതാണ്, ബാസിത്ത് ആയതുകൊണ്ട് നൽകിയതാണ്. ഇതില് ആ സമയത്ത് തന്നെ ഇത് ഖാലഹു ഖൗമുഹു ലാ തഫ്റഹ്, ഈ നന്നായി സമ്പത്ത് ഉണ്ടാകുന്ന സമയത്ത് മതിമറന്ന് സന്തോഷിക്കരുത് എന്ന് ഖാറൂനോട് ഒപ്പമുള്ള ആളുകൾ ഉപദേശിക്കുന്നുണ്ട്. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഫരിഹീൻ, അമിതമായി അതിരുവിട്ട് സന്തോഷിക്കുകയും ലക്ഷ്യം തന്നെ മറന്നു പോവുകയും ചെയ്യുന്ന ആളുകൾ അള്ളാഹുവിന് ഇഷ്ടമില്ല. ലാ യുഹിബ്ബുൽ ഫരിഹീൻ എന്ന നന്നായി സന്തോഷിക്കുന്ന, അതിര് വിട്ട് സന്തോഷിക്കുന്നവരെ ഇഷ്ടമല്ല എന്ന് പറയുന്നു. എന്നിട്ട് നിങ്ങൾക്ക് അള്ളാഹു നൽകിയതിൽ നാളത്തെ പരലോകത്തിന് വേണ്ടിയുള്ള നല്ല കാര്യങ്ങൾ ചെയ്തു വെക്കുക. വബ്തഗി, നിങ്ങൾ തേടുക, ഫീമ ആതാക അല്ലാഹു, അള്ളാഹു നിങ്ങൾക്ക് നൽകിയതിൽ, അദ്ദാറൽ ആഖിറ, ദാറുൽ ആഖിറക്ക് വേണ്ടി. വലാ തൻസ നസീബക മിനദ് ദുനിയ, എന്നാൽ അള്ളാഹു നൽകിയതിൽ നിന്ന് വലാ തൻസ, മറന്നു കളയരുത്, നസീബക, നിങ്ങളുടെ ഓഹരിയ, വിഹിതത്തെ മിനദ് ദുനിയ, ദുനിയാവിൽ നിന്നുള്ളത് ഉപയോഗിക്കാം, ആസ്വദിക്കാം, അതിന്റെ കാര്യങ്ങൾ ദുനിയാവിൽ ഉപയോഗിക്കുകയും ചെയ്യാം. വഅഹ്സിൻ കമാ അഹ്സന അല്ലാഹു ഇലൈക, വഅഹ്സിൻ, നിങ്ങളും നന്നായി പെരുമാറുക, കമാ അഹ്സന അല്ലാഹു ഇലൈക, അല്ലാഹു നിങ്ങളോട് നന്നായി പെരുമാറിയതുപോലെ. അപ്പൊ ബാസിത്ത് വിശാലമായി നൽകുക എന്നുള്ളത്, റിസ്കിൽ വിശാലത നൽകുക എന്നുള്ളത് അല്ലാഹു നിങ്ങളോട് നല്ല രീതിയിൽ പെരുമാറിയതാണ്. അഹ്സന അല്ലാഹു ഇലൈക, അല്ലാഹു നിങ്ങളോട് നല്ല രീതിയിൽ, അതുപോലെ വളരെ നല്ല രീതിയിൽ നിങ്ങളും പെരുമാറുക. വലാ തബ്ഗിൽ ഫസാദ ഫിൽ അർദ്, ഭൂമിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഫ്സിദീൻ, അല്ലാഹു ഒരിക്കലും ഫസാദ് ഉണ്ടാക്കുന്ന ആളുകളെ ഇഷ്ടപ്പെടുന്നില്ല. ഇത് ഖാറൂനോട് അന്ന് പറഞ്ഞു. ഖാറൂൻ ഇതിന്റെയൊക്കെ മറുപടിയാണ് പറഞ്ഞത്. ഖാല ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദി, ഇതൊക്കെ എന്റെ അറിവ് കൊണ്ടും എന്റെ കഴിവ് കൊണ്ടും ലഭിച്ചതാണ് എന്ന് പറഞ്ഞുപോയി. അതിനാണ് എന്നിട്ടോ ഫഖറജ അലാ ഖൗമിഹി ഫീ സീനതിഹി, ഖാറൂൻ തന്റെ ആഡംബരം മുഴുവൻ പ്രദർശിപ്പിച്ചുകൊണ്ട് ജനങ്ങളുടെ ഇടയിലേക്ക് വന്നു. ആ സമയത്ത് ഖാലല്ലദീന യുരീദൂനൽ ഹയാത്ത ദുനിയ, ഐഹിക ജീവിതം, ദുനിയാവിന്റെ ആഡംബരങ്ങൾ ആഗ്രഹിക്കുന്ന ആളുകൾ പറഞ്ഞുപോയി, യാ ലൈത ലനാ മിസ്ല മാ ഉതിയ ഖാറൂൻ, ഖാറൂൻ ഉണ്ടായതുപോലെ വിശാലമായ സമ്പത്ത് ഞങ്ങൾക്കും ഉണ്ടായിരുന്നുവെങ്കിൽ, ഇന്നഹു ലദു ഹള്ളിൻ അളീം, വലിയ ഭാഗ്യവാനാകുന്നു എന്നൊക്കെ പരാമർശിച്ചു. ആ സമയം തന്നെ വഖാലല്ലദീന ഊതുൽ ഇൽമ, വിജ്ഞാനമുള്ള ആളുകൾ, പണ്ഡിതന്മാർ പറഞ്ഞു, വൈലക്കും, ജനങ്ങളെ നിങ്ങൾക്ക് നാശം, സവാബുല്ലാഹി ഖൈറുൻ ലിമൻ ആമന, വിശ്വാസികളായ ആളുകൾക്ക് അള്ളാഹു നൽകുന്ന പ്രതിഫലമാകുന്നു ഖൈർ. സവാബുല്ലാഹി, അള്ളാഹുവിന്റെ പ്രതിഫലം, അതാകുന്നു ഖൈറുൻ, ഉത്തമമായിട്ടുള്ളത്, ലിമൻ ആമന വ അമില സ്വാലിഹൻ, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്ത ആളുകൾ. വലാ യുലഖാഹ ഇല്ല സാബിറൂൻ, അള്ളാഹുവിന്റെ പ്രതിഫലം ക്ഷമിച്ച ആളുകൾക്കല്ലാതെ കിട്ടുകയില്ല. കുറെ പ്രയാസങ്ങൾ വരികയും ആ പ്രയാസങ്ങളിലൊക്കെ ക്ഷമ കൈക്കൊള്ളുകയും ചെയ്ത ആളുകൾക്കല്ലാതെ ലഭിക്കുകയില്ല. അള്ളാഹു ഖാബിലും ബാസിത്തുമാണ്, വിശാലമായി നൽകുന്നവരും ചില സമയത്തെല്ലാം പിടിച്ചു വെച്ച് പരീക്ഷിക്കുകയും ചെയ്യുന്ന. ഈ പിടിച്ചു വെക്കുന്ന സമയത്ത് ക്ഷമ കൈക്കൊള്ളുന്ന ആളുകൾക്കല്ലാതെ ലഭിക്കുകയില്ല. അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ലഭിക്കുന്ന പ്രതിഫലമാണ് ഈ ഭൗതിക ലോകത്ത് ലഭിച്ച സമ്പത്തിനേക്കാൾ വലുത് എന്ന് വിവരമുള്ള ആളുകൾ പറഞ്ഞു. ഖാലല്ലദീന ഊതുൽ ഇൽമ, ഇൽമ ലഭിച്ച ആളുകൾ, വിവരമുള്ള ആളുകൾ പറഞ്ഞു കൊടുക്കാണ്, വൈലക്കും, ആളുകളെ, നിങ്ങളൊക്കെ ഖാറൂനുണ്ടായ പോലെ സമ്പത്ത് ഞങ്ങൾക്കും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് നാശം. സവാബുല്ലാഹി ഖൈറുൻ, അല്ലാഹു നൽകുന്ന പ്രതിഫലമാണ് ഏറ്റവും നല്ലത്, ലിമൻ ആമന വ അമില സാലിഹൻ, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്ത ആളുകൾ.
വലായുലഖാഹ ഇല്ല സ്വാബിറൂൻ. അള്ളാഹുവിന്റെ പ്രതിഫലത്തെ അത് ക്ഷമ കൈക്കൊണ്ടുകൊണ്ട്, പ്രയാസങ്ങൾ പലതും നേരിടുന്ന സമയത്ത് ക്ഷമ കൈകൊണ്ട് ആളുകൾക്കല്ലാതെ കിട്ടുകയില്ല. അങ്ങനെ പിന്നെന്ത് സംഭവിച്ചു? സൂറത്തുൽ ഖസസ് തന്നെ തുടർന്നുള്ള ആയത്തുകളിൽ പറയാണ്, ഫഖസഫ്നാ ബിഹി വബിദാരിഹി അൽ-അർള, ഭൂമി കാറൂനെയും കാറൂന്റെ സമ്പത്തും എന്തിതു വിഴുങ്ങിക്കളഞ്ഞു. ഫമാ കാന ലഹു മിൻ ഫിഅത്തിൻ യൻസുറൂൻ. ആ സമയത്ത് ഭൂമിയിലേക്ക് താഴ്ന്നു പോകുന്ന കാറൂനെയും അവന്റെ സമ്പത്തും സംരക്ഷിക്കാൻ പറ്റുന്ന ഒരാളും ഉണ്ടായിട്ടില്ല. ഒരു സംഘവും സഹായിക്കാൻ കഴിയുന്ന ഒരു കൂട്ടവും ഇല്ല. അല്ലാഹു അല്ലാതെ മറ്റൊരാൾക്കും ആ സമയത്ത് സഹായിക്കാൻ കഴിയില്ല. തുടർന്ന് അടുത്ത ഖസസിലെ ആയത്ത് പറയാണ്, ഫഅസ്ബഹല്ലദീന തമന്നൗ മകാനഹു ബിൽ, ഇന്നലെ വരെ ഖാറൂനെ പോലെ ആയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച ആളുകളായി മാറി. യഖൂലൂന, അവർ പറയാൻ തുടങ്ങി, വൈകഅന്നല്ലാഹ യബ്സുത്തു റിസ്ക ലിമൻ യശാഉ മിൻ ഇബാദിഹി വയഖ്ദിർ. ഇത് പറയാനാണ് ഇത്രയും. അല്ലാഹു യബ്സുത്തു റിസ്ക ലിമൻ യശാ, അല്ലാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഭക്ഷണം വിശാലമായി, മിൻ ഇബാദിഹി, തന്റെ അടിമകളിൽ നിന്ന്, വയഖ്ദിർ, അത് പരിമിതമായിട്ട് കൊടുക്കേണ്ട ആളുകൾക്ക് അല്ലാഹു ഖാബിലായി കൊണ്ട് പിടിച്ചു കൊച്ചുകൊണ്ട് നിൽക്കുകയും ചെയ്യും. ഇത് പറയാനാണ്. ഖാറൂന് ധാരാളമായി സമ്പത്ത് ഇങ്ങനെ കിട്ടിയ സമയത്ത് അന്ന് ഉപദേശിക്കുന്ന ആളുകൾ പറഞ്ഞിട്ടുണ്ട്, വബ്തഗി ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ, നിങ്ങൾക്ക് ലഭിച്ചതിൽ ഒരു ഭാഗം നാളെ ആഖിറത്തിന് വേണ്ടി മാറ്റിവെക്കുക. വലാ തൻസ നസീബക മിനദ് ദുനിയ, ദുനിയാവിൽ നീ ഉപയോഗിക്കേണ്ട ഭാഗം ഒരു ഭാഗം ദുനിയാവിലും ഉപയോഗിക്കുക. ദുനിയാവിലും ആഖിറത്തിലും ഒരു ഭാഗം ആഖിറത്തിന് വേണ്ടി മാറ്റിവെക്കുക. ദുനിയാവിലും ആസ്വദിച്ചു കൊള്ളൂ എന്ന് പറഞ്ഞു. അതിരുവിട്ട് സന്തോഷിക്കേണ്ടതില്ല, മതിമറന്നു പോവേണ്ട ആവശ്യം, മതിമറന്നു പോകരുത് എന്നൊക്കെ ഉപദേശിച്ചു. നമുക്കൊക്കെ ഉണ്ട്, കിട്ടുന്നതിൽ നിന്ന് ഒരു ഭാഗം അള്ളാഹുവിന്റെ മാർഗത്തിനും ഒരു ഭാഗം ദുനിയാവിലെ നമ്മളുടെ ആ ജീവിതത്തിനും വേണ്ടി മാറ്റിവെക്കാൻ ശ്രമിക്കണം. മുഴുവനായിട്ട് ദുനിയാവിനെ ചെലവഴിച്ചു കഴിഞ്ഞാലും ഖേദിക്കേണ്ടി വരും. ഒന്നും വെക്കാത്ത രീതിയിൽ മുഴുവനായി ആഖിറത്തിന് കൊടുക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നും പ്രോത്സാഹിപ്പിച്ച കാര്യം. അപ്പോ ദുനിയാവിനും ആഖിറത്തിനും ഓരോ ഭാഗങ്ങൾ നിശ്ചയിച്ചു വെക്കണം, ഭാഗങ്ങൾ വെച്ചു കൊടുക്കണം, വെക്കുന്നതാണ് നല്ലത്. അങ്ങനെ ചെയ്യണമെന്ന് പലരും ഖാറൂനോട് പറഞ്ഞിരുന്നു. പക്ഷേ ഖാറൂന്റെ പ്രതികരണം, ഇതെന്റെ കഴിവുകൊണ്ട് എനിക്ക് ലഭിച്ചതാണ് എന്നുള്ള ധിക്കാരത്തിന്റെ വർത്തമാനം. തന്റെ പ്രൗഢിയുമായിട്ട് പുറത്തു പോകുന്ന സമയത്ത് ആളുകൾ നോക്കി ആഗ്രഹിച്ച് പറഞ്ഞു പോയി, ഉത്തിയ ഖാറൂൻ, ഖാറൂന് ലഭിച്ചതുപോലെ വിശാലമായ സമ്പത്ത് ഞങ്ങൾക്കും ലഭിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞു പോയി. എന്നിട്ടോ അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങിയ സമയത്ത്, ഭൂമി വിഴുങ്ങിപ്പോയ സമയത്ത് അവരെ രക്ഷിക്കാൻ ആർക്കും കഴിഞ്ഞില്ല. ഈ സമ്പത്തിനോ ഈ അനുയായികൾക്കോ ഈ സൗകര്യങ്ങൾക്കോ ഒന്നും അള്ളാഹുവിന്റെ ശിക്ഷ വരുന്ന സമയത്ത് തടയാൻ സാധിച്ചില്ല. അന്നും സാധിച്ചില്ല, ഇന്നും സാധിക്കുകയില്ല. ഇത് ഖാറൂന് ശിക്ഷ ഇറങ്ങിയ സമയത്താണ് തിരിച്ചറിവെത്തിക്കൊണ്ട് അസ്ബഹല്ലദീന തമന്നൗ മക്കാനഹു ബിൽ അംസ്, ഇന്നലെ വരെ ഖാറൂന്റെ സ്ഥാനം ആഗ്രഹിച്ചിരുന്ന ആളുകളൊക്കെ പറയാൻ തുടങ്ങി, അല്ലാഹു യബ്സുത്തു റിസ്ഖ ലിമൻ യശാഉ മിൻ ഇബാദിഹി വയഖ്ദിർ, അല്ലാഹു യബ്സുത്തു റിസ്ഖ, ഭക്ഷണത്തെ വിശാലമായി നൽകും, അല്ലാഹു ബാസിത്താകുന്നു എന്ന് നമ്മൾ അതിന്റെ ചർച്ച ആയതുകൊണ്ടാണ് ഇത് എടുത്തു വെച്ചത്. അല്ലാഹു യബ്സുത്തു റിസ്ഖ, അല്ലാഹു ബാസിത്താണ്, വിശാലമായി നൽകുന്നു, ലിമൻ യശാ, അല്ലാഹു ഉദ്ദേശിക്കുന്ന ആള്, മിൻ ഇബാദിഹി, അടിമകളിൽ, വയഖ്ദിർ, ഖദറാറിന് കഴിഞ്ഞാലും ഖാബിദിന്റെ അർത്ഥമല്ല, പിടിച്ചു വെച്ചുകൊണ്ട് അല്ലാഹു പരിമിതമായ രീതിയിൽ കൊടുക്കേണ്ട ആളുകൾക്ക് പരിമിതമായി തന്നെ കൊടുക്കുന്നതാണ്. എന്നിട്ട് ആളുകൾ പറഞ്ഞു പോയി, ലൗല അൻ മന്നല്ലാഹു അലൈനാ ലഖസഫ ബിനാ, അല്ലാഹുവിന്റെ അനുഗ്രഹം ഇല്ലായിരുന്നുവെങ്കിൽ നമുക്കും നമ്മളെയും അതേപോലെ ഭൂമി വിഴുങ്ങിപ്പോകുമായിരുന്നു. നമ്മളും ഭൗതികത ആഗ്രഹിച്ചുകൊണ്ട് ഓവറായി അതിന്റെ പിന്നാലെ പോയി കുറെ സമ്പത്ത് അള്ളാഹുന് നൽകി നന്ദി കാണിക്കാതിരുന്നു കഴിഞ്ഞാൽ നമ്മളെയും ഭൂമി വിഴുങ്ങി പോകുന്നതായിരുന്നു എന്നവര് പറയാണ്. ലാ യുഫ്ലിഹുൽ കാഫിർ, തീർച്ചയായിട്ടും കാഫിര്യങ്ങൾ ഒരിക്കലും വിജയിക്കുകയില്ല. അടിമകളിൽ നിന്ന് അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് വിശാലമായി നൽകുകയും അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് പരിമിതമായി നൽകുകയും ചെയ്യും. ഇതാണ് ഖാബിലിന്റെയും ബാസിത്തിന്റെയും അർത്ഥം. ഖാബിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ചു വെക്കുകയും പരിമിതമായി മാത്രം നൽകുകയും ചെയ്യും. ബാസിത്ത് എന്ന് പറഞ്ഞാൽ വിശാലമായി നൽകുക. സമ്പത്ത്, അത് റിസ്ഖ്, അത് ആരോഗ്യം, അത് അള്ളാഹു നൽകുന്നത് എന്തും വിശാലമായി നൽകുന്നവൻ അള്ളാഹു ആകുന്നു. പരിമിതമായി മാത്രം നൽകുന്നവനിൽ പിടിച്ചു വെക്കുന്നവനും അള്ളാഹു ആകുന്നു. ഇനി ഇതില് ഒരാൾക്ക് അള്ളാഹു വിശാലമായി നൽകി,
മറ്റൊരാൾക്ക് അള്ളാഹു പരിമിതമായി മാത്രമേ നൽകി, അല്ലെങ്കിൽ അള്ളാഹു ഖാബിൽ എന്നുള്ള വിശേഷണമാണ് കാണിച്ചത് എന്നുണ്ടെങ്കിൽ ഇത് അള്ളാഹു ഇഷ്ടപ്പെട്ടു എന്നുള്ളതിൻ്റെയോ അള്ളാഹു നമ്മളോട് ദേഷ്യത്തിനാണ് എന്നുള്ളതിൻ്റെയോ അടയാളമല്ല. മനസ്സിലാക്കേണ്ട വലിയൊരു കാര്യം. فأما الإنسان إذا ما ابتلاه ربه فأكرمه ونعمه فيقول ربي أكرمن. ആളുകൾ ഇങ്ങനെ മനസ്സിലാക്കി എന്നിട്ട് അള്ളാഹു അതിന് മറുപടി പറയാണ്. ആളുകൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഒരാൾക്ക് വിശാലമായ സൗകര്യങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതെല്ലാവരും ഇഷ്ടപ്പെടുന്ന, ഭൗതിക ലോകത്ത് എല്ലാവരും ഇഷ്ടപ്പെടുന്നത് കൊണ്ട് അള്ളാഹു ഇഷ്ടപ്പെടുന്നതിന്റെ അടയാളമാണെന്ന് മനസ്സിലാക്കി. അല്ലെങ്കിൽ ലഭിക്കാതെ പോകുന്നത് അള്ളാഹു ദേഷ്യപ്പെട്ടതിന്റെ അടയാളമെന്ന് മനസ്സിലാക്കി അത് തിരുത്തി പറഞ്ഞു കൊടുക്കാണ്. ഫഅമ്മൽ ഇൻസാൻ, അപ്പോൾ മനുഷ്യൻ ഇദാ മബ്തലാഹു റബ്ബുഹു, അള്ളാഹു അവനെ പരീക്ഷിച്ചു കഴിഞ്ഞാൽ, ഇബ്തലാഹു പരീക്ഷിക്കുക, ഇദാ മബ്തലാഹു റബ്ബുഹു ഫഅക്രമഹു, എന്നിട്ട് എന്ത് ചെയ്തു, അവനെ ഒന്നിങ്ങനെ ആദരിച്ചു, വനഅമഹു, അവനക്ക് ഒരുപാട് അനുഗ്രഹങ്ങളും കൊടുത്തു, ഒരുപാട് സൗകര്യങ്ങളും അനുഗ്രഹങ്ങളും കൊടുത്തു. ഒരാളെ അള്ളാഹു പരീക്ഷിച്ചു. ഫയഖൂലു, അപ്പൊ അവൻ പറയും, അവന്റെ വിചാരം ഈ അനുഗ്രഹങ്ങളൊക്കെ ലഭിച്ചത് റബ്ബീ അക്രമൻ, അള്ളാഹുവിനെ എന്നെ നല്ല ഇഷ്ടമായത് കൊണ്ട് എന്നെ ആദരിച്ചതാണ് എന്നത്. അമ്മ ഇദാ മബ്തലാഹു, അള്ളാഹു ഒരാളെ പരീക്ഷിച്ചു കഴിഞ്ഞു, ഫഖദറ അലൈഹി റിസ്ഖഹു, അവന്റെ ഭക്ഷണത്തെ വളരെ പരിമിതമായി മാത്രം നൽകി. ഫയഖൂൽ, അപ്പോ അവര് ചിന്തിച്ചു അല്ലെങ്കിൽ പറഞ്ഞു പോകും, റബ്ബി അഹാനൻ, രക്ഷിതാവെന്നെ നിസ്സാരനാക്കിയിട്ടാണ് ജീവിക്കാൻ വിട്ടത്, വളരെ പരിമിതമായ മാത്രം റിസ്ക് എനിക്ക് നൽകിയിട്ടുള്ളൂ, വിശാലമായ റിസ്ക് ലഭിച്ചിട്ടില്ല എന്നിങ്ങനെ റബ്ബി അഹാനൻ എന്നെ നിസ്സാരനാക്കിയിട്ടുണ്ട് എന്നിങ്ങനെ. കല്ല, കാര്യം ഈ രണ്ടും വിചാരിക്കും പോലെയല്ല എന്നുള്ളത് പറയും. പിന്നീട് ഇങ്ങനെ എന്താണ് ചെയ്യേണ്ടത്, തുക്രിമൂനൽ യതീം എന്ന് പറഞ്ഞുകൊണ്ട് വിശദീകരണത്തിലേക്ക് പോവാണ്. അപ്പോ ഒരാൾക്ക് അള്ളാഹു പരീക്ഷണമായി കൊണ്ടാണ് അനുഗ്രഹങ്ങൾ നൽകുന്നത്. ആ നൽകുന്ന സമയത്ത് അള്ളാഹുവിന് ഇഷ്ടമാണ് എന്ന് നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ അല്ല, കല്ല, കാര്യം നിങ്ങൾ മനസ്സിലാക്കിയതുപോലെയല്ല. എന്നാൽ അള്ളാഹു ഒരാൾക്ക് പരിമിതമായി മാത്രമേ റിസ്ക് നൽകിയതുള്ളൂ എന്നുണ്ടെങ്കിൽ അത് അള്ളാഹു ഖാബിലായതുകൊണ്ട് അള്ളാഹു പരിമിതമായി മാത്രം നൽകിയതാണ്. അതൊരു പരീക്ഷണമാണ്. ആ സമയത്ത് ക്ഷമിക്കുന്നുണ്ടോ എന്ന് നോക്കുക. ആ ക്ഷമ കൈക്കൊള്ളുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുന്നതിനൊക്കെ പ്രതിഫലം നൽകും. ആ പ്രതിഫലം ഇങ്ങനെ സ്വർഗത്തിലേക്കുള്ള വാതിലുകൾ തുറയാനുള്ള കാരണമായി മാറും. അങ്ങനെ സ്വർഗത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങളിലേക്ക് എത്താൻ സാധിക്കും. അള്ളാഹു ഇഷ്ടപ്പെടുന്നത് കൊണ്ടായിരിക്കും അവന് അള്ളാഹു പരിമിതമായി മാത്രം നൽകിയത്. അതേസമയം ആദ്യം തന്നെ പറഞ്ഞത് ഇബ്തലാഹു റബ്ബുഹു ഫഅക്രമു, അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്യുന്നത് ഒരു പരീക്ഷണമാണ്. അള്ളാഹു നോക്കുകയാണ് ഈ അനുഗ്രഹങ്ങളിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത്. അനുഗ്രഹം ലഭിച്ചതിന് ശേഷം അള്ളാഹുവിനെ മറന്നു പോകുന്നുണ്ടോ, അതോ അപ്പോഴും ഓർമ്മയോടുകൂടെ നന്ദി കാണിക്കുന്നുണ്ടോ? നന്ദി കാണിക്കുകയും അതിൽ നിന്ന് മറ്റുള്ളവർക്ക് ചെലവഴിക്കുകയും എല്ലാം ചെയ്തുകൊണ്ട് നല്ല സ്വഭാവത്തിലൂടെ അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചെലവഴിക്കുന്നുണ്ടോ എന്ന് അള്ളാഹു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അള്ളാഹു നമ്മളുടെ നേരക്ക് ഖാബിലിന്റെ വാതിലുകൾ തുറന്നു തന്നാലും ബാസിത്തിന്റെ വാതിലുകൾ തുറന്നു തന്നാലും പരീക്ഷണങ്ങളുടേതാണ്. കാര്യം നമ്മളുടെ കയ്യിലാണ് കിടക്കുന്നത്. അനുഗ്രഹങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അതിന് നന്ദി കാണിക്കുകയും മറ്റുള്ളവർക്ക് കൊടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കും. അനുഗ്രഹങ്ങളുടെ വാതിലല്ല, ഖാബിലിന്റെ പരിമിതമായി മാത്രമേ റിസ്ക് കിട്ടിയതുള്ളൂ എന്നുണ്ടെങ്കിലോ വരുന്ന പ്രയാസങ്ങളും കാര്യങ്ങളുടെയും മേൽ ക്ഷമ കൈക്കൊള്ളുകയും അള്ളാഹുവിനോട് അടുക്കുകയും ചെയ്തുകൊണ്ട് അപ്പോഴും അള്ളാഹുവിലേക്ക് മുന്നോട്ട് പോകും. സമ്പത്ത് കിട്ടിയത് കൊണ്ട് അള്ളാഹുവിന് ദേഷ്യമാണ് എന്നൊന്നുമില്ല. അത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന വഴിയിലൂടെ ചെലവഴിക്കുന്ന സമയത്തിൽ ഇൻ ശകർതും ലഅസീദന്നകും, ശുക്ർ കാണിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, നന്ദി കാണിക്കുകയാണെങ്കിൽ അള്ളാഹു വീണ്ടും വീണ്ടും വർദ്ധിപ്പിച്ചു തരുന്നതാണ്. ആ വീണ്ടും വീണ്ടും വർദ്ധിപ്പിച്ചു തരുന്ന സമയത്ത് വീണ്ടും അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് പോകുന്നുവെങ്കിൽ സ്വർഗത്തിലെത്തിക്കൊണ്ട് ഉന്നത സ്ഥാനങ്ങൾ കരസ്ഥമാക്കാൻ സാധിക്കും. അതല്ല, അത് ആ സമ്പത്ത് കൂടുന്ന സമയത്ത് തെറ്റായ വഴികളിലേക്ക് പോവുകയാണെങ്കിൽ അപ്പോഴായിരിക്കും പ്രയാസങ്ങൾ വന്നു ചേരുക. അപ്പോഴായിരിക്കും നരകത്തിലേക്കുള്ള വാതിലുകൾ നമ്മുടെ മുമ്പിൽ തുറക്കപ്പെടുക. അപ്പൊ അള്ളാഹു ബാസിത്തായി നൽകുകയാണ് എന്നുണ്ടെങ്കിലും അള്ളാഹു നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഖാബിലായിട്ടാണ്, വളരെ പരിമിതമായ നൽകിയതുള്ളൂ, പലതും തടഞ്ഞു വെച്ചു എന്നുണ്ടെങ്കിലും അള്ളാഹു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവൻ ക്ഷമ കൈക്കൊള്ളുന്നുണ്ടോ, എന്നിട്ടും എന്നെ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് എന്നിലേക്ക് കൂടുതൽ അടുത്ത് വരുന്നുണ്ടോ എന്ന് അള്ളാഹു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളേണ്ട ഒരു പോയിന്റാണത്.
അള്ളാഹു ഖാബിലായിട്ട് വരികയാണ് എന്നുണ്ടെങ്കിലും അള്ളാഹുവിനെ പരീക്ഷണത്തിലൂടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ബാസിത്തായിട്ട് വരികയാണ് എന്നുണ്ടെങ്കിലും പരീക്ഷണത്തിലൂടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് അള്ളാഹു ഇഷ്ടപ്പെടുന്നതിൻ്റെയോ അള്ളാഹു ദേഷ്യപ്പെടുന്നതിൻ്റെയോ അടയാളമായിട്ടല്ല കടന്നു വരുന്നത്. ഈ വിഷയം വരുന്ന സമയത്ത്, പ്രയാസങ്ങൾ വരുന്ന സമയത്ത് എങ്ങനെയാണത് എന്നുള്ളതൊരു ചോദ്യം ഉണ്ടാവും. ഈ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിന്റെ ഭാഗം, മുമ്പ് കേൾക്കാൻ സാധ്യതയുള്ള ഹദീസിന്റെ ഭാഗത്തിലേക്ക് പോവാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൻ ഇബ്രാഹിം മരണമായ സമയത്ത് കണ്ണുനീർ വന്നു. മരണം ആസന്നമായി, റൂഹ് പോകുന്ന ആ രംഗം കാണുന്ന സമയത്ത് പിതാവിന്റെ ഉള്ളിൽ വാത്സല്യം വരുന്ന സ്വാഭാവികമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണിൽ നിന്നും കണ്ണുനീര് വന്നു. ഇത് കണ്ണുനീര് കണ്ട സമയത്ത് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, വ അന്ത യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങയുടെ കണ്ണിൽ നിന്നും കണ്ണുനീര് വരികയാണോ, നിങ്ങളും കരയുകയാണോ എന്നർത്ഥത്തിൽ ചോദിച്ചു. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു മറുപടി അത് തന്നെയാണ് പ്രയാസങ്ങൾ വരുന്ന സമയത്ത് നമുക്കും പറയാനുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു വാക്ക് അത് തന്നെയാണ് നമ്മളുടെ ഉള്ളിലും പ്രയാസങ്ങളെ നേരിടുന്ന സമയത്ത് വീണ്ടും വീണ്ടും ഉള്ളിൽ ഉയർന്നു വരേണ്ട വാക്കുകൾ. ഇന്നൽ ഐന തുദ്മ, കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകാം. വൽ ഖൽബ യഹ്സുനു, ഹൃദയത്തിൽ നിന്ന് ദുഃഖവും വന്നേക്കാം. വലാ നഖൂലു ഇല്ലാ മാ യർദാ റബ്ബുന, കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്ന സമയത്തും ഹൃദയത്തിൽ വേദന വരുന്ന സമയത്തും ഇത് രണ്ടും മനുഷ്യ സഹജമായി ഉണ്ടാകുന്നതാണ്. ഒരു വാത്സല്യമുള്ള പിതാവിനും മാതാവിൽ നിന്നും മക്കൾക്ക് പ്രയാസങ്ങൾ കാണുന്ന സമയത്ത് ഒഴുകുക എന്നുള്ളത്, കണ്ണുനീർ വരിക എന്നുള്ളത് സ്വാഭാവികമാണ്, മാനുഷികമാണ്. വലാ നഖൂലു ഇല്ലാ മാ യർദാ റബ്ബുന, അല്ലാഹുവിന് ഇഷ്ടമല്ലാത്ത ഒരു വാക്കും നമ്മുടെ നാവിൽ നിന്ന് വന്നു ഒക്കെ അൽഹംദുലില്ലാഹ്, അല്ലാഹു എനിക്ക് കണക്കാക്കിയതാണ്, അതിലായി ഖൈറുണ്ട് എന്ന് മനസ്സിലാക്കി വലാ നഖൂലു ഇല്ലാ മാ യർദാ റബ്ബുന, അല്ലാഹുവിന് ഇഷ്ടപ്പെടുന്ന വാക്കുകൾ മാത്രമേ വരൂ. എന്നിട്ട് അതില് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇന്നാ ബിഫിറാഖിക യാ ഇബ്രാഹിം ലമഹ്സൂനൂൻ, മകൻ ഇബ്രാഹിമിന്റെ വേർപാടിൽ ഞങ്ങൾ ദുഃഖിതരാണ്. പക്ഷെ അത് അള്ളാഹുവിന്റെ തീരുമാനം, അത് അള്ളാഹു നടപ്പാക്കുന്ന സമയത്ത് അതിന് വിധേയമാവുക എന്നല്ലാതെ അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നത് കൊണ്ട് പ്രതിഫലം നഷ്ടപ്പെടുകയേ ചെയ്യുകയുള്ളൂ, വേറെ ഒരു ഗുണവും വരുന്നില്ല എന്നുള്ളത്. ഇതേപോലെ തന്നെ അതേസമയം ഇതിന്റെ നേരെ മറിച്ചൊരു കാര്യം ഉൾക്കൊള്ളേണ്ടതുണ്ട്. പലപ്പോഴും പാപങ്ങളും ദോഷങ്ങളും ഒക്കെ വരുന്നത്, അതിന്റെ അടിസ്ഥാനം പോയി കിടക്കുന്നത് അള്ളാഹുവിന്റെ തീരുമാനങ്ങളിലുള്ള നമ്മളുടെ അസംതൃപ്തിയാണ്. അതേസമയം അള്ളാഹുവിന് വഴിപ്പെടലിന്റെ അടിസ്ഥാനമോ അള്ളാഹുവിന്റെ തീരുമാനങ്ങളിലുള്ള നമ്മളുടെ സംതൃപ്തിയുമാണ്. അള്ളാഹു ഖാബിലും ബാസിതുമായി നമ്മളെ വരുന്ന സമയത്ത്, അള്ളാഹുവിന്റെ രണ്ട് വിശേഷണങ്ങളുടെയും സ്വഭാവങ്ങൾ വരുന്ന സമയത്ത്, ചിലത് ഖാബിലായി വരുന്ന സമയത്ത് നമുക്ക് പലതും അസ്വസ്ഥതകൾ തോന്നി തെറ്റായ പ്രവർത്തനങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ അതിന്റെ അടിസ്ഥാനം പോയി കിടക്കുന്നത് അള്ളാഹുവിന്റെ തീരുമാനത്തിലുള്ള നമ്മളുടെ അസംതൃപ്തി രേഖപ്പെടുത്തലാണ്. അത് പാടില്ല. അതിന് ഏറ്റവും വ്യക്തമായി പെട്ടെന്ന് മനസ്സിലാകുന്ന ഉദാഹരണം നമുക്ക് പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിയുടെ കാര്യം. അവര് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് സുജൂദ് ചെയ്യാൻ കൽപ്പന പുറപ്പെടുവിച്ച സമയത്ത്, അള്ളാഹു കൽപ്പിച്ച സമയത്ത് ആ തീരുമാനം ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ സുജൂദ് ചെയ്യാൻ വിസമ്മതിച്ചു. എന്തുകൊണ്ട് സുജൂദ് ചെയ്തില്ല എന്ന സമയത്ത് അള്ളാഹുവിന്റെ തീരുമാനത്തിലുള്ള അസംതൃപ്തിയാണ്. ആ അസംതൃപ്തി തന്റെ പ്രവൃത്തിയിൽ പ്രകടമാക്കിയ സമയത്ത് അള്ളാഹുവിന്റെ ക്ഷാപത്തിനിരയായി. അതേസമയം അള്ളാഹുവിന്റെ ഏത് തീരുമാനങ്ങൾ ഖാബിലായ രീതിയിൽ വരികയാണെങ്കിലും ബാസിത്തായ രീതിയിൽ വരികയാണെങ്കിലും ഇത് അള്ളാഹുവിന്റെ തീരുമാനമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വഴിപ്പെടുകയാണെങ്കിലോ അള്ളാഹുവിന്റെ തീരുമാനത്തിലുള്ള സംതൃപ്തി രേഖപ്പെടുത്തലും. ഈ പറയുന്ന സമയത്ത് ഇതിന്റെ കൂടെ ദുന്നൂനുൽ മിസ്രി, സൂഫി വര്യന്മാരിൽ പ്രധാനിയായിരുന്ന ദുന്നൂനുൽ മിസ്രി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരു വാക്കാണ്, സലാസത്തു മിൻ അലാമി തസ്ലീം. അള്ളാഹുവിന് നമ്മളെ സമർപ്പിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ് മുഖാബലത്തുൽ ഖളാഇ ബിർരിള. അള്ളാഹുവിന്റെ തീരുമാനങ്ങൾക്കെല്ലാം നമുക്ക് പൂർണ്ണ തൃപ്തി ഉണ്ടായിരിക്കുക. അള്ളാഹുവിന്റെ തീരുമാനങ്ങളായ ഓരോരോ കാര്യങ്ങൾ വരുന്ന സമയത്ത് ആ വിഷയത്തിൽ പരിപൂർണ സംതൃപ്തി ഉണ്ടായിരിക്കുക എന്നുള്ളത്.
വസ്സബുറു ഇൻദൽ ബലാ, പരീക്ഷണങ്ങൾ വരുന്ന സമയത്ത് ക്ഷമ കൈക്കൊള്ളുക എന്നുള്ളത്. വശുക്രു ഇൻദർ റഖാ, നല്ല ഐശ്വര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അള്ളാഹുവിന് നന്ദി കാണിക്കുക എന്നുള്ളത്. അതൊക്കെ തസ്ലീമിന്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ് എന്ന് പറയാണ്. തസ്ലീം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ നാം അള്ളാഹുവിന്റെ മുമ്പിൽ പൂർണ്ണമായി വിധേയരായിരിക്കുന്നു, അള്ളാഹുവിന് നമ്മെ സമർപ്പിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ അടയാളം. നമ്മൾ അള്ളാഹുവിന് സമർപ്പിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ തീരുമാനം ഖലാ ഏത് വരുന്നോ അതിൽ നമ്മൾ സംതൃപ്തരായിരിക്കും. പ്രയാസങ്ങൾ ഏത് വരുന്നോ അതെല്ലാം, ബലാകൾ വരുന്ന സമയത്ത്, പ്രയാസങ്ങൾ വരുന്ന സമയത്ത് ക്ഷമ കൈക്കൊണ്ടിരിക്കും. വശുക്രു ഇൻദർ റഖാ, നല്ല സൗകര്യങ്ങളും സുഖങ്ങളും ഉണ്ടാകുന്ന സമയത്ത് നന്ദി പറയുകയും ചെയ്യും. ഇതോടൊപ്പം പലപ്പോഴും പല ആളുകളെടുത്ത് ഉദ്ധരിക്കുന്ന ഒരു കവിയുടെ വരി വാക്കുകളുണ്ട്. അൽ അബ്ദു ദൂ ലജ്രിൻ വറബ്ബു ദൂ ഖദരിൻ വദ്ദഹ്റു ദൂ ദുവലിൻ വറിസ്ഖു മഖ്സൂമുൻ. അടിമകളായ നമ്മളൊക്കെ അസ്വസ്ഥത പ്രകടിപ്പിക്കുന്ന ആളുകളാണ്. ഇനി എന്താകും എന്നുള്ള ഉത്കണ്ഠയും അസ്വസ്ഥതയുമായിരിക്കും. അതേസമയം റബ്ബു ദൂ ഖദരിൻ, അള്ളാഹു കാര്യങ്ങൾ എപ്പോഴോ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. തീരുമാനിച്ചു വെച്ചത് സിമ്പിളായി നടക്കുകയും ചെയ്യും. നമ്മളത് ആലോചിച്ചുകൊണ്ട് അള്ളാഹു നമുക്ക് നൽകാമെന്ന് പറഞ്ഞ റിസ്കിന്റെ കാര്യത്തിൽ നമ്മൾ അസ്വസ്ഥരാണ്. കാലത്തിന് അതിൻ്റെതായ കളികൾ പലതുണ്ട്. പല മോഹന വാഗ്ദാനങ്ങളൊക്കെ ഇങ്ങനെ തന്നുകൊണ്ട് നമ്മളെ പറ്റിക്കുന്ന പല കാര്യങ്ങളും ഈ കാലഘട്ടത്തിൽ സംഭവിക്കും. അതേസമയം അള്ളാഹുവിന്റെ റിസ്ക് അള്ളാഹു തീരുമാനിച്ച് ഓഹരിച്ച് വെക്കപ്പെട്ടിട്ടുണ്ട്. കൃത്യമായി ഓഹരി വെച്ചിരിക്കുന്നു, അള്ളാഹു തീരുമാനമെടുത്തിരിക്കുന്നതിൽ എന്നാണ്. എന്നിട്ട് പറയണം വൽ ഖൈറു അജ്മഉ ഫീമ ഖ്താറ ഖാലിഖുന, നമുക്ക് എപ്പോഴും ഖൈറായത് വരിക ഫീമ ഖ്താറ ഖാലിഖുന, നമുക്ക് വേണ്ടി നമ്മുടെ സൃഷ്ടാവായിരിക്കുന്ന അള്ളാഹു തെരഞ്ഞെടുത്തതിലായിരിക്കും. നമുക്കൊരു കാര്യം ലഭിക്കലും ലഭിക്കാതിരിക്കലും അള്ളാഹു ഏതാണോ തെരഞ്ഞെടുത്തത് അതിലായിരിക്കും ഖൈർ വരിക. അള്ളാഹു അല്ലാത്ത മറ്റുള്ളവരുടെ തെരഞ്ഞെടുക്കലുകളിലെ ആക്ഷേപങ്ങളും ശകുനങ്ങളുമായിരിക്കും വന്നിരിക്കുക എന്നത് കവിയുടെ വാക്ക്. അത് നമ്മളുടെ സൃഷ്ടാവായിരിക്കുന്ന അള്ളാഹു നമുക്ക് എന്ത് തീരുമാനിച്ചു വെച്ചിട്ടുണ്ടോ ഖൈറ അതിലായിരിക്കും ഉണ്ടായിരിക്കുക. അതിൽ അസംതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ട് തെറ്റുകൾ ചെയ്ത് അള്ളാഹുവിന്റെ ഇഷ്ടത്തിനെതിരെ പ്രവർത്തിച്ചുകൊണ്ട് തെറ്റുകൾ ചെയ്യുകയാണെങ്കിലോ അതില് ആക്ഷേപങ്ങളും ശകുനങ്ങളുമാണ് വരാൻ പോകുന്നത്. പലപ്പോഴും നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും, നമ്മൾ ഒരു കാലത്ത് അത് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന പലതും അതപ്പ കിട്ടാതെ പോകുന്ന സമയത്ത് ദുഃഖിച്ചിട്ടൊക്കെ ഉണ്ടായിരിക്കും. വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമായിരിക്കും, അല്ലെങ്കിൽ നാളുകൾ കഴിഞ്ഞതിന് ശേഷം ബോധ്യപ്പെടും അന്നത് കിട്ടാതിരുന്നത് നന്നായി പോയി എന്ന് ചിന്തിക്കുന്നത്. ഇതിങ്ങനെ പറഞ്ഞു പോകുന്ന സമയത്ത് ഒരാള് ബനു സഅദ് ഗോത്രത്തിലെ ഒരു പട്ടാള ക്യാപ്റ്റന്റെ ചരിത്രം എടുത്തു വെക്കുന്നുണ്ട്. പട്ടാള ക്യാപ്റ്റൻ മുആവിയ റളിയല്ലാഹുവിന് ശേഷം മകൻ യസീദ് ഭരണം നടത്തുന്ന സമയത്ത് ഇബ്നു സിയാദിന്റെ പട്ടാള ക്യാപ്റ്റനായിരുന്ന ബനു സഅദിലെ ഒരു ചരിത്രം. അവര് ഒരു സമയത്ത് കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് വീണുകൊണ്ട് കാലിന് പരിക്കേൽക്കുന്നു പറയുന്നുണ്ട്. മുകളിൽ നിന്ന് വീണ് കാല് പൊട്ടിപ്പോയി. കാല് പൊട്ടിയ സമയത്ത് അബൂ ഖലാദ റളിയല്ലാഹു അൻഹു അവരെ ചെന്ന് സന്ദർശിക്കുന്നുണ്ട്. സന്ദർശിച്ച് അവരോട് ഇങ്ങനെ ആശ്വസിപ്പിക്കുന്ന രീതിയിൽ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഖൈറിനായിരിക്കും ഒരു പക്ഷേ ഇത് വന്നിരിക്കുന്നത്. അപ്പൊ അയാൾ അന്ന് അബൂ ഖലാദ റളിയല്ലാഹു അൻഹുവിനോട് തിരിച്ചു ചോദിച്ചു, എന്റെ കാല് പൊട്ടിയതിൽ എനിക്ക് എന്ത് ഖൈറാണ് വരാൻ പോകുന്നത്? കാല് പൊട്ടുന്നതിൽ എനിക്ക് ഖൈർ വരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ അബൂ ഖലാദ റളിയല്ലാഹു അൻഹു തിരിച്ചുപോയി. ഏതാനും ദിവസം 2-3 ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കാണ് ഇബ്നു സിയാദിന്റെ എഴുത്ത്, അന്നത്തെ ഏരിയയിലെ ഭരണാധികാരിയായിരുന്ന ഇബ്നു സിയാദിന്റെ എഴുത്ത് വരികയാണ്. അവരുടെ പട്ടാള ക്യാപ്റ്റനായിരുന്നു ഈ വീണ് കിടക്കുന്ന ബനു സഅദിലെ വ്യക്തി. അവർക്ക് ഇബ്നു സിയാദിന്റെ എഴുത്ത് വരികയാണ്, നിങ്ങൾ പോയി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടിയായിരിക്കുന്ന ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ വധിക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള കമാൻഡ് പട്ടാള ക്യാപ്റ്റന് മുകളിൽ നിന്ന് വരികയാണ്. വരുന്ന ആളോട് ആ സമയത്ത് ഈ സാധുവായ മനുഷ്യൻ കാണിച്ചു കൊടുത്തു, എന്റെ കാല് പൊട്ടിക്കിടക്കുകയാണ്, എനിക്ക് സുഖല്ല എന്നുള്ള തിരിച്ചുള്ള റീപ്ലൈ കൊടുത്തു. എന്നിട്ട് പറയാണ്, തുടർന്ന് അതിന് റീപ്ലൈ കൊടുത്ത് 7ാമത്തെ ദിവസമായപ്പോഴേക്കാണ് ഞാൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ കൊലപാതകത്തിന്റെ വാർത്ത അറിയുന്നത്. ആ സമയത്ത് ഞാൻ അബൂ ഖലാദ എന്നെ സന്ദർശിച്ച് ആശ്വസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ വാക്കുകൾ ആലോചിച്ചു പോയി. അത് സത്യമായിട്ടും അവർ പറഞ്ഞത് സത്യമായിരിക്കുന്നു എന്ന് പറയാണ്.
എന്താണ് ഈ കാല് പൊട്ടിയില്ലായിരുന്നുവെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടിയായിരിക്കുന്ന ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ വധിക്കാനുള്ള പോരാട്ടത്തിന്റെ നേതൃത്വത്തിൽ മുൻനിരയിൽ നിൽക്കേണ്ട വ്യക്തിയാണ്. അപ്പൊ നമുക്കൊക്കെ വരുന്ന പല അപകടങ്ങൾ, പ്രയാസങ്ങൾ, പരീക്ഷണങ്ങൾ പലതും കിട്ടാതെ പോകൽ ഒരു പക്ഷേ അതിനേക്കാൾ ഹൈറായ പല കാര്യങ്ങൾക്കുമായേക്കാം. ഇതുപോലത്തെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇതിൽ നിന്ന് ഹുസൈൻ റളിയല്ലാഹു അൻഹുവുമായി ബന്ധപ്പെട്ടൊക്കെ അറിയുന്ന ചരിത്രമായതുകൊണ്ട് ഒരു ഭാഗം എടുത്തു വെച്ചു എന്ന് മാത്രം. അതേപോലെ തന്നെ പ്രയാസങ്ങളുടെ കാര്യം പറയുമ്പോൾ കൂടെ കൂട്ടി വായിക്കാനുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസാണ്. അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ്. അനി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഇന്ന ഇളമൽ ജസാഇ മഅ ഇളമിൽ ബലാ. ഇന്ന ഇളമൽ ജസാഇ, പ്രതിഫലത്തിന്റെ വണ്ണം കടക്കുന്നത്, മഹത്വം കടക്കുന്നത് മഅ ഇളമിൽ ബലായി, പരീക്ഷണത്തിന്റെ വണ്ണത്തിനനുസരിച്ചാണ്. വലിയ വലിയ പരീക്ഷണങ്ങൾക്ക് വിധേയമാകുന്ന ആളുകൾ അതിൽ ക്ഷമ കൈക്കൊള്ളാൻ കുറെ പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ അവർക്ക് ലഭിക്കുന്ന പ്രതിഫലവും അതിനനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കും. അള്ളാഹു ഒരു വിഭാഗത്തെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, ഒരാൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇബ്തലാഹും, ശക്തമായ പരീക്ഷണങ്ങൾ കൊടുത്തുകൊണ്ട് അവരെ പരീക്ഷിക്കുമെന്നാണ്. ഫമൻ റളിയ ഫലഹു ജില. അങ്ങനെ ആ പരീക്ഷണങ്ങളിൽ അള്ളാഹുവിനോട് തൃപ്തിപ്പെട്ട അവൻ ആത്മസംയമനം കൈക്കൊണ്ട് ക്ഷമിച്ചു കഴിഞ്ഞാൽ ഫലഹു ജില, അള്ളാഹുവിന്റെ സംതൃപ്തി അവൻ. ഒമൻ സഖിത, ആ പരീക്ഷണങ്ങൾ വരുന്ന സമയത്ത് അള്ളാഹുവിനോട് ദേഷ്യപ്പെട്ടു കഴിഞ്ഞാലോ ഫലഹു സഖതു, അള്ളാഹുവിന്റെ ദേഷ്യവും അവനുണ്ടായിരിക്കും എന്ന് പറയുന്ന ഹദീസ്. പ്രയാസം അള്ളാഹു ഖാബിലും ബാസിത്തുമാണ്. ഭൗതിക ലോകത്ത് നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഖാബിലിനും ബാസിത്ത് എന്നുള്ള ഇസ്മുകളെ കുറിച്ചാണ്. അള്ളാഹുവിന്റെ ഖാബിലാകുന്ന സമയത്ത് പല നന്മയും തടഞ്ഞു വെച്ചുകൊണ്ട് പ്രയാസങ്ങൾ നമുക്ക് തരാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് ക്ഷമ കൈക്കൊള്ളണം. ആ സമയം ബാസിത്തായി വിശാലമായി നൽകുകയും ചെയ്യും. വിശാലമായി നൽകുന്ന സമയത്തും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരിക്കലും ഖാറൂൻ വിചാരിച്ച പോലെ ഇന്നമാ ഊതിതുഹു അലാ ഇൽമിൻ ഇൻദി, എന്റെ വിജ്ഞാനം കൊണ്ടും കഴിവ് കൊണ്ടും എനിക്ക് ലഭിച്ചതാണെന്ന് ഒരിക്കലും ധരിക്കുകയോ പറഞ്ഞു പോവുകയോ ചെയ്യരുത്. ഇതും അള്ളാഹുവിന്റെ പരീക്ഷണത്തിന് നൽകിയത്. അതിൽ നാം അള്ളാഹുവിനെ നന്ദി കാണിക്കുകയും അള്ളാഹു ഇഷ്ടപ്പെടുന്ന വഴിയിൽ ചെലവഴിക്കുകയും ചെയ്യുകയാണെങ്കിൽ അള്ളാഹു ലഇൻ ശകർതും ലഅസീദന്നകും, അള്ളാഹു വീണ്ടും വീണ്ടും വർദ്ധിപ്പിച്ചു നൽകുക. അപ്പോ പരീക്ഷണങ്ങളും പ്രയാസങ്ങളും വരും. ആ വരുന്ന സമയത്ത് ക്ഷമ കൈക്കൊള്ളുക, എന്നാൽ അള്ളാഹു വലിയ വലിയ പ്രതിഫലങ്ങൾ നൽകും എന്നാണ് ഈ ഹദീസ് പറഞ്ഞത്. ഇതിന്റെ കൂടെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രണ്ട് ഇസ്മുകളെയും പ്രാർത്ഥനയിൽ ഉപയോഗിക്കാറുണ്ടായിരുന്നു എന്ന് കൂട്ടി പറയാനുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീർഘമായ ഒരു പ്രാർത്ഥന ഇമാം ഹാക്കിം റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അല്ലാഹുമ്മ ലക്കൽ ഹംദു കുല്ലു, അല്ലാഹുവേ എല്ലാ സ്തുതിയും നിങ്ങൾക്കാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുമ്മ ലാ ഖാബില ലിമാ ബസത് വലാ ബാസിത ലിമാ ഖബൽത്. എന്താണ് ലാ ഖാബില ലിമാ? അല്ലാഹുവേ, നിങ്ങൾ വിശാലമായി നൽകുന്നവനെ പിടിച്ചു വെക്കുന്ന ഒരാളുമില്ല. എന്നാൽ വലാ ബാസിത ലിമാ ഖബൽത്, അല്ലാഹുവേ, നിങ്ങൾ പിടിച്ചു വെച്ചതിനെ ഞങ്ങൾക്ക് തുറന്ന് വിശാലമായി നൽകുന്ന ഒരാളുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥനയിൽ പറയാണ്, അല്ലാഹുമ്മ ലക്കൽ ഹംദു കുല്ലു അല്ലാഹുമ്മ ലാ ഖാബില ലിമാ ബസത്. അല്ലാഹു വിശാലമായി നൽകുന്നതിനെ പിടിച്ചു വെക്കുന്നവനില്ലാന്ന്. വലാ ബാസിത ലിമാ ഖബത, അല്ലാഹു പിടിച്ചു വെച്ചതിനെ വിശാലമായി നൽകാനും കഴിയുകയില്ല. വലാ ഹാദിയ ലിമൻ അദ്ലൽത, അല്ലാഹുവേ, നിങ്ങൾ വഴിപിഴപ്പിച്ച ഒരാളെ സന്മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ ഒരാൾക്കും സാധിക്കുകയില്ല. എന്നാൽ സന്മാർഗത്തിലായ ഒരാളെ വഴിപിഴപ്പിക്കാനും സാധിക്കയില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ചോദിക്കണം, അല്ലാഹുമ്മ ബസുത് അലൈനാ മിൻ ബറകാതി. അല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ അല്ലാഹുവിനെ മദഹ് ചെയ്ത വർത്തമാനങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊണ്ടുവന്ന് ചോദിക്കുകയാണ്, അല്ലാഹുമ്മ ബസുത് അലൈനാ മിൻ ബറകാതി. ബാസിത്തായിരിക്കുന്ന അള്ളാഹുവിനോട് ചോദിക്കുകയാണ്, അല്ലാഹുമ്മ ബസുത് അലൈനാ, ഞങ്ങൾക്ക് വിശാലമായി നൽകണേ, മിൻ ബറകാതിക, നിങ്ങളുടെ ബർക്കത്ത് അനുഗ്രഹങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് വിശാലമായി നൽകണം. വറഹ്മതിക, കരുണയിൽ നിന്നും ഞങ്ങൾക്ക് വിശാലമായി നൽകണമേ. വഫളിക, ഔദാര്യത്തിൽ നിന്നും ഞങ്ങൾക്ക് വിശാലമായി നൽകണേ. വരിസ്ഖിക, റിസ്ഖിൽ നിന്നും വിശാലമായി നൽകണേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശാലമായി നൽകാൻ ചോദിക്കുന്ന അള്ളാഹുവിന്റെ ബർക്കത്തിൽ നിന്ന്, റഹ്മത്തിൽ നിന്ന്, ഫളിൽ, അനുഗ്രഹങ്ങളിൽ നിന്ന്, പിന്നെ ഭക്ഷണത്തിലും വിശാലത ചോദിക്കുന്നു. നമുക്കും നമ്മുടെ പ്രാർത്ഥനകളിൽ അറബിയിൽ അല്ലെങ്കിൽ മലയാളത്തിൽ തന്നെ ചോദിക്കാം. അള്ളാഹുവിന്റെ ബർക്കത്തിന് ചോദിച്ചു കൊണ്ടിരിക്കാം. അള്ളാഹുവിന്റെ റഹ്മത്ത് ലഭിക്കുകയും വിശാലമായി ലഭിക്കാൻ വേണ്ടിയും ചോദിക്കാം. ഫളല് വിശാലമായി ലഭിക്കാൻ വേണ്ടി ചോദിക്കാം. റിസ്കിന്റെ വിശാലതയ്ക്ക് വേണ്ടി ചോദിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നാണ്.